നമ്മളിപ്പോൾ നേപ്പാൾ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. വിമാന ദുരന്തത്തിലേക്ക് ഇപ്പോൾ 18 മരണം റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിമാനത്തിന്റെ ക്യാപ്റ്റനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വിവരം ലഭിക്കുന്നു. വിവരങ്ങൾ നൽകാൻ കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, പ്രധാനപ്പെട്ട വാർത്ത 18 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? ശ്രുതി, മരണസംഖ്യ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. 19 യാത്രക്കാരുമായി പുറപ്പെട്ടിരുന്ന ഒരു വിമാനമാണ്. ഇപ്പോൾ 18 പേരുടെയും മൃതദേഹങ്ങൾ അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് 18 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ MR ഷൗക്കിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശൗര്യ എയർലൈൻസിൻ്റെ വിമാനമാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. ഇതിൽ പല തരത്തിലും എങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ള തരത്തിൽ വിവരണങ്ങൾ വരുന്നുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്നത് ഇത് എടുത്തു പൊങ്ങുന്നതിനിടെ ഇതിൻ്റെ ഒരു ചിറക് നിലത്ത് തട്ടി അതിൽ തീ ഉയർന്നു വന്നു. ശേഷം ഭീകരമായ പുക ആ ഒരു അന്തരീക്ഷം മൊത്തം നിറഞ്ഞു നിന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ അത് തെന്നി ഒരു സൈഡിലേക്ക് മാറി അപകടം സംഭവിച്ചു എന്ന തരത്തിലാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതല്ലാതെയും മറ്റ് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇതിലുണ്ട്. എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിവരം അല്ലെങ്കിൽ ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിൽ ഉള്ള വിവരങ്ങളൊക്കെ ഇനിയും വരും മണിക്കൂറുകളിലായിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും നിലവിൽ 18 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സംഭവിച്ചത്. കാഠ്മണ്ഡുവിൽ നിന്നും പോഖറയ്ക്ക് പോകാൻ വേണ്ടിയിരുന്ന അതിനായി പുറപ്പെട്ടിരുന്ന ഒരു വിമാനമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടത്. 18 മൃതദേഹങ്ങൾ കണ്ടെത്തി. വിമാനത്തിൻ്റെ ക്യാപ്റ്റനെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തനം തുടർന്നു വരികയാണ്. ബാക്കി മറ്റു വിവരങ്ങളെല്ലാം ഇനിയും വരും മണിക്കൂറുകളാണ് നമുക്കറിയാൻ സാധിക്കുക. നേപ്പാളിൻ്റെ ഒരു ഭൂഘടന തന്നെ ഇതിന് ഒരു അടിയായി വന്നിട്ടുണ്ട്. മുൻപും പല തരത്തിലുള്ള അപകടങ്ങൾ ഈ ഒരു നേപ്പാൾ വിമാനത്താവളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിലൊരു അപകടം നേപ്പാളിലെ മറ്റു വിമാനത്താവളങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭൂഘടന തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് പല വിമാനത്താവളങ്ങൾക്കും. എന്തായാലും മറ്റു വിവരങ്ങളെല്ലാം ഇനിയും എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതിന് കാരണം എന്നുള്ളതെല്ലാം വരും മണിക്കൂറിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. ശ്രുതി, അതായത് കാളിദാസ്, ഈ 19 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു. 19 പേരുടെ വിവരവും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ സ്ഥിരീകരിക്കുന്നത്? 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? നേപ്പാൾ മാധ്യമമായ കാഠ്മണ്ഡു പോസ്റ്റ് പറയുന്ന വിവരം അനുസരിച്ച് 18 മൃതദേഹങ്ങൾ ഇപ്പോൾ അവസാനമായി കണ്ടെത്തിയിരിക്കുകയാണ്. 19 യാത്രക്കാരടങ്ങിയ ഒരു വിമാനമായിരുന്നു. മറ്റ് അധികൃതർ വേറെയുമുണ്ട്. യാത്രക്കാർ 19 പേരായിരുന്നു. ഇതിൽ 18 മൊത്തത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ 18 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ക്യാപ്റ്റനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരമാണ്. ദൃക്സാക്ഷി വിവരണങ്ങളും മാത്രമേ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ മാധ്യമങ്ങളുടെ പല വാർത്തകളും നേപ്പാൾ മാധ്യമങ്ങളുടെ വാർത്തകളുമാണ് നമുക്ക് ലഭിച്ചത്. ഇനി അധികൃതരുടെ ഭാഗത്തു നിന്നും എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള വിവരം കൂടി നമുക്കിനി ലഭിക്കേണ്ടതുണ്ട്. ശ്രുതി, വ്യക്തമാണ്. നേപ്പാൾ വിമാന ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ ലോകമുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായി നിരവധി വിമാന ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും നേപ്പാളിലെ ഭൂഘടന അനുസരിച്ച് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന വാർത്തകളും നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വിമാനം പറന്നു പൊങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിമാനത്തിൽ 19 പേർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 18 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതിൽ വിമാനത്തിൻ്റെ ക്യാപ്റ്റനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെന്നും വിവരം ലഭിക്കുന്നുണ്ട്. നേപ്പാളിലാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.